ഹലോ, ഗുഡ് ഈവനിംഗ് പ്രേക്ഷകരെ. കൊല്ലത്ത് കലാപൂരം അങ്ങനെ കലകലക്കുകയാണ്. കലക്കൻ കലോത്സവം കൊല്ലത്ത് പുരോഗമിക്കുന്നു. രണ്ടാം ദിവസത്തിൽ വർണ്ണാഭമായ ഇനങ്ങളാണ്, പ്രത്യേകിച്ച് ഭരതനാട്യവും നാടകവും നാടൻപാട്ടും ഒക്കെയായി അങ്ങനെ തകർക്കുകയാണ് കൊല്ലത്തെ കലോത്സവം. അതിന്റെ രണ്ടാം ദിനത്തിലെ മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എല്ലാ വേദികളിലും അതിന് മുന്നിൽ കാളികളായി നിറഞ്ഞ സദസ്സാണ്. അങ്ങനെ കൊല്ലം കലോത്സവം അടയാളപ്പെടുത്തുന്ന ഒരു കലോത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് സംസ്ഥാന കലോത്സവത്തിലെ നിലവിലെ ചാമ്പ്യന്മാരായ കോഴിക്കോടിനെ പിന്തള്ളി കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനത്തെത്തി നിൽക്കുന്നതാണ് ഏറ്റവും അവസാനത്തെ പോയിന്റ് നില. 277 പോയിന്റാണ് കണ്ണൂരിനുള്ളത്. 271 പോയിന്റുമായി തൊട്ടുപിന്നിൽ തൃശ്ശൂരുണ്ട്. കൊല്ലം 270 പോയിന്റുമായി ആതിഥേയ ജില്ലയായ കൊല്ലമുണ്ട്. കൊല്ലത്തിനൊപ്പം പിടിച്ച് കോഴിക്കോടുമുണ്ട് 270 പോയിന്റുമായി. പാലക്കാട് 267, മലപ്പുറത്തിന് 257, എറണാകുളം 256. അങ്ങനെ ഇഞ്ചോടിഞ്ച് മത്സരമാണ്. അതാണ്ട് എല്ലാ ജില്ലകളും തമ്മിൽ ഒരു മികച്ച പോരാട്ടം നടത്തുകയാണ്. പോയിന്റ് നില നോക്കിക്കഴിഞ്ഞാൽ 242മായി തിരുവനന്തപുരവും ആലപ്പുഴയുമുണ്ട്. 238 പോയിന്റുമായി കോട്ടയം, 236മായി കാസർഗോഡ്, വയനാടിന് 225, പത്തനംതിട്ട 205, ഇടുക്കി 190. അങ്ങനെ ജില്ലകൾ തമ്മിൽ ഒരു പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നു. വേദികളിലും പോരാട്ടം ചൂടേറുകയാണ്. ഇന്ന് ചെറിയ പ്രതിഷേധമൊക്കെ നാടൻപാട്ട് വേദിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകുന്നു. അതൊന്നും മത്സരാർത്ഥികളെ ബാധിക്കുന്നില്ല, മത്സരത്തിന്റെ പൊലിമയെ ബാധിക്കുന്നില്ല, വിദ്യാർത്ഥികളെ ബാധിക്കുന്നില്ല. പരിശീലകർ മാത്രമാണ് ഇന്ന് അവിടെ അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായതായാലും നമ്മൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക്, മികച്ച ചില പെർഫോമൻസുകളിലേക്കൊക്കെ കടക്കുകയാണ്. കലക്കൻ കൊല്ലത്തിലേക്ക് സ്വാഗതം. അപ്പൊ അങ്ങനെ കലക്കൻ കൊല്ലത്തിൽ ഇന്ന് നമ്മളൊരു മിടുക്കനായ കലാകാരനെ എത്തിക്കുകയാണ് TTS സാങ്കേതിക വിദ്യയിലൂടെ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. കൊല്ലത്ത് നിന്ന് കാക്കനാടുള്ള 24 സ്റ്റുഡിയോയിലേക്ക് ഇന്ന് വരുന്നത് അക്ഷയ് രാജ് എന്ന മിടുക്കനാണ്. പത്തനംതിട്ട കടമ്പനാട് സ്കൂളിൽ നിന്നാണ് അക്ഷയ് രാജ് വരുന്നത്. അക്ഷയ് രാജ് HS വിഭാഗം ഭരതനാട്യം മത്സരം കഴിഞ്ഞു വരികയാണ്. അക്ഷയ്, സ്വാഗതം. സ്വാഗതം, നമസ്കാരം. അക്ഷയ്, വലിയൊരു കഥയുണ്ട്. ആ കഥ ഒരുപക്ഷെ പലരും ഇപ്പം പത്രങ്ങളിലൂടെയൊക്കെ വായിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അക്ഷയുടെ ആ ഒരു വലിയ പോരാട്ടത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ ഒക്കെ ഒരു കഥ, ആ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം പെർഫോമൻസിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. അപ്പൊ തുടങ്ങാം. चरण सरोजे हृदय सरोजे निताय पोयोपि गायति नन्दकुमार संयोध्यान्य भक्तियुक्तात्मा 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 tam tam tadim tadim takum tadik takadim dim dim tadim tadim takum tadik tam 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 tadik janudim tadik janudim dim dim tam tadik janudim tadik janu takum tadik takum tadik
തട്ടിക്കിട്ട തക്കത്തൈ തക്കും തട്ടിക്കിട്ട തക്ക തക്കും തട്ടിക്കിട്ട തക്ക തം തം തക്കും തട്ടിക്കിട്ട തക്ക തൈ തൈ തക്കും തട്ടിക്കിട്ട തക്ക തക്കും തട്ടിക്കിട്ട തക്ക തം 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 തക്കും തട്ടിക്കിട്ട തക്ക തൈ 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 തക്കും തട്ടിക്കിട്ട തക്ക हाये हृदयारविन्दे तव पादारविन्दे हाये हृदयारविन्दे तव पादारविन्दे പക്ഷേ ഏതായാലും മത്സരമൊക്കെ പൂർത്തിയായതിനു ശേഷമാണ് നമ്മുടെ ഫ്ലോറിലേക്ക് എത്തുന്നത്. 24ന്റെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ അവതരണവുമായി എത്തുന്നത്. അക്ഷയുടെ കുറച്ച് വിശേഷങ്ങൾ കൂടിയുണ്ട്. അക്ഷയുടെ ഒരു വലിയ കഥ കൂടിയുണ്ട്. അത് പ്രേക്ഷകർ ഉറപ്പായും കേൾക്കണം. ഈ കലോത്സവത്തിലെ വരുന്ന കലാപ്രതിഭകൾക്കെല്ലാം ഒരു ഊർജ്ജവും പ്രചോദനവും ആകുന്ന കഥയാണ് അക്ഷയുടേത്. അക്ഷയ്, ഞാൻ വിശദമായി അങ്ങനെ ചോദിക്കുന്നില്ലെങ്കിലും അക്ഷയ് തന്നെ പറയൂ, അക്ഷയ് എവിടെയാണ് പഠിക്കുന്നത്, ഏത് ക്ലാസ്സിലാണ്? ഈ കലോത്സവത്തിലേക്ക് വന്നൊരു യാത്ര അതൊരു വല്ലാത്ത യാത്രയായിരുന്നു അറിയാം. എങ്ങനെയായിരുന്നു? ഒരുപാട് പ്രതിസന്ധികളെ കടന്നല്ലേ വന്നത്? അതെ അതെ, ഞാൻ കടപ്പനാട് KRKP VHS ആൻഡ് VHSS ബോയ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അക്ഷയ്ക്ക് ശ്വാസം എടുക്കാൻ ബ്രീത്തിങ്ങിന് ഇപ്പോൾ ഇത്തിരി പാടുണ്ടെന്ന് അറിയാം. ഞാൻ അതുകൊണ്ട് ചെറുതായി ഒന്ന് സൂചിപ്പിക്കാം. ഒന്ന് ബ്രീത്തിങ് ഒന്ന് കിട്ടുന്നവരെ ഒരു 30 സെക്കൻഡ്സ്. അക്ഷയ് ഈ കലോത്സവത്തിന്റെ പ്രിപ്പറേഷനിടയിലും ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അക്ഷയ് അലട്ടിയിരുന്നു. ആ പ്രശ്നങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് അക്ഷയ് ഇന്ന് HS വിഭാഗത്തിൽ ഭരതനാട്യത്തിൽ പങ്കെടുത്തത്. ആ കഥ അക്ഷയ് തന്നെ പറയട്ടെ. അക്ഷയ് മത്സരിക്കാനാവില്ല അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കാനാവില്ല എന്ന് പേടിച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘട്ടമൊക്കെ ഉണ്ടായോ ഈ തയ്യാറെടുക്കുന്ന? ഇല്ലില്ല, അങ്ങനെ ഒരു പേടിയില്ലായിരുന്നു, ധൈര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും അസുഖത്തോടെ തന്നെ കളിച്ചത്. ഇപ്പം എന്താണ് അക്ഷയ്ക്കുള്ള ആരോഗ്യ പ്രശ്നം, എന്താണ് അത് പറയാൻ കഴിയുമെങ്കിൽ? എനിക്ക് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നൊരു അസുഖമാണ്. യൂറിൻ ആൽബുമിൻ പോകുന്ന പ്രോബ്ലമാണ്. ഓക്കെ, ഏതായാലും അങ്ങനെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് എത്തിയതിന്, ഒപ്പം 24ന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫ്ലോറിലേക്ക് വന്നതിന്, TTS വഴി വന്ന് ഈ അവതരണം നടത്തിയതിന്, ഇനിയും അടുത്ത കലോത്സവങ്ങളിലും കൂടുതൽ വേദികളിലും തിളങ്ങാനാവട്ടെ. ഈ ആത്മധൈര്യത്തിന് ഒരിക്കൽ കൂടി ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നു. താങ്ക് യു അക്ഷയ്. താങ്ക് യു. അങ്ങനെ ഈ കലോത്സവം അങ്ങനെ ഇത്തരത്തിൽ ചില ആത്മധൈര്യം കൊണ്ട് ആത്മവീര്യം കൊണ്ടൊക്കെ പോരാടുന്ന കലാപ്രതിഭകളുടെ കൂടി വേദിയാവുകയാണ്. ഏതായാലും അക്ഷയ് അത്തരത്തിലൊരു കലാകാരൻ കൂടിയാണ്. ഇനി നമ്മൾ കൊല്ലത്തേക്കാണ്. ആശ്രമ മൈതാനത്ത് നിന്ന് അനുജയും പ്രവിത ലക്ഷ്മിയും ചേരും. വെൽക്കം ബാക്ക് ടു കൊല്ലം. ഞാനും പ്രവിതയും ഒരിക്കൽ കൂടി തിരിച്ചെത്തിയിരിക്കുകയാണ് കലക്കൻ കൊല്ലവുമായി. പ്രേക്ഷകരേക്ക് തത്സമയ വിവരങ്ങൾ കൊല്ലത്തെ വിവിധ വേദികളിൽ നിന്ന് നമ്മൾ റിപ്പോർട്ടേഴ്സിലൂടെ എത്തിക്കും. ഒപ്പം തന്നെ ഞങ്ങൾ നിൽക്കുന്നത് പ്രധാന വേദിയായ ആശ്രാമ മൈതാനത്താണ്. നേരത്തെ ഗൂഗിൾ പോയിന്റിലേക്ക് സൂചിപ്പിച്ചു, അവിടെ കണ്ണൂർ 1ാം സ്ഥാനത്ത്, തൊട്ട് പിന്നാലെയുണ്ട് കോഴിക്കോടും കൊല്ലം ആതിഥേയ ജില്ലയും, അതിലും തൊട്ട് പിന്നാലെ തൃശ്ശൂർ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇനി കൂടുതൽ മത്സരഫലങ്ങളൊക്കെ വരാനിരിക്കുന്നു. നമ്മളിപ്പോൾ പോകുന്നത് എന്തിലേക്കാണ് പ്രവിത? നമ്മളൊരു പെർഫോമൻസിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. കാരണം പ്രേക്ഷകർക്ക് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയിന്റ് നിലയെല്ലാം കൃത്യമായി എത്തിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരുപക്ഷെ ഈ നേരിട്ട് വന്ന് കാണാൻ സാധിക്കാത്ത പ്രേക്ഷകർക്കായി നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ ഓരോ ടീമായി വന്ന് അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു നാടോടി ഗാനം അല്ലേ? നാടൻ പാട്ടാണ്. ശരി, നാടൻ പാട്ട്. അതെ, നാടൻ പാട്ടൊക്കെ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ നാടൻ പാട്ട് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ കാണിച്ചു തരുന്നത്. നമ്മുടെ പേരെന്താണ്? ശ്രീരാഗ്. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? എവിടെ നിന്നാണ്? അലനല്ലൂർ സ്കൂളിൽ നിന്ന്, പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിൽ നിന്നാണ്. അപ്പൊ നിങ്ങളുടെ ആ തകർപ്പൻ പെർഫോമൻസോട് കൂടെ നമുക്കിത് ആരംഭിക്കാം. ആ മയിലേ 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 പുള്ളിപ്പേട മയിലേ, ആ മയിലേ 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 പുള്ളിപ്പേട മയിലേ, ആണെന്നോരാൺമയിലൂ നമ്മുടെ പെണ്ണെന്നൊരു പെൺമയിലൂ, ആണെന്നോരാൺമയിലൂ നമ്മുടെ പെണ്ണെന്നൊരു പെൺമയിലൂ. ദാലാലം ദാലാലേ പൂലാലം പൂലാല, ദാലാലം ദാലാലേ പൂലാലം പൂലാല, ദാലാലം ദാലാലേ പൂലാലം പൂലാല, ദാലാലം ദാലാലേ പൂലാലം പൂലാല. തെക്കലെ
കുഞ്ഞാങ്ങിളെ ആങ്ങിളെ ചാഞ്ഞ മുടിക്കാരാ ഒരു വിളിക്കോട കുഞ്ഞാളും കെട്ടിച്ചു കൊണ്ടരണേ കുഞ്ഞാങ്ങിളെ ആങ്ങിളെ ചാഞ്ഞ മുടിക്കാരാ ഒരു വിളിക്കോട കുഞ്ഞാളും കെട്ടിച്ചു കൊണ്ടരണേ താലാലം താലാലേ പൂലാലം പൂലാലാ താലാലം താലാലേ പൂലാലം പൂലാലാ താലാലം താലാലേ പൂലാലം പൂലാലാ താലാലം താലാലേ പൂലാലം പൂലാലാ. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അതെ അല്ലേ? അതെ 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 അതെ. അപ്പൊ ആരാ നിങ്ങളിത് പഠിപ്പിച്ചത് ആരാണ്? ഷിബിനായിട്ട് ഓക്കെ, സ്കൂളിലെ തന്നെ ആളാണ് അല്ലേ? ഏനെ സ്കൂളിലെ ആളാണോ? പുറത്തുള്ള ഞങ്ങൾ പുറത്തുള്ള ആളാണ്. ട്രൂപ്പിലുള്ള ഇതിന് മത്സരഫലം വന്നു, എ ഗ്രേഡ് കിട്ടി. ഗ്രേഡ്. അപ്പൊ തിരിച്ചു പോവാണോ ഇന്ന്? ഇന്ന് വൈകിട്ട് പോവും. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു. അതെ, ഇതുപോലെ മികവുറ്റ പ്രകടനമാണ് ഓരോ വേദിയിലും കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അനുജ നാടൻപാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ പല തരത്തിൽ ഇത് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നാടൻപാട്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കലാഭവൻ മണിയാണ് അല്ലേ? തീർച്ചയായും. അത് പക്ഷെ ആ തരത്തിലുള്ളതല്ല, ഇത് അതിൻ്റെതായ രീതിയിലാണ് അല്ലേ? വാദ്യോപകരണം ഒക്കെ ആയിട്ട്. നേരത്തെയും നമ്മൾ 2-3 സംഘത്തിന്റെ ഇതുപോലെ കാണിച്ചിരുന്നു. അതെ അതെ, അത് കൂടുതലും പെൺകുട്ടികൾ അവതരിപ്പിക്കുന്നതാണ് നമ്മൾ കാണിച്ചത്. ഇതിപ്പോ പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്നുകൊണ്ടുള്ള എന്തായാലും നന്നായിട്ടുണ്ട്, മനോഹരം. അപ്പൊ നമുക്ക് ഇനിയും കലോത്സവ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. അതിനു മുൻപ് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകാം. ഇടവേള. കൊല്ലത്തെ കലോത്സവ നഗരിയിൽ നിന്നാണ് പ്രേക്ഷകർക്കൊപ്പം ഞങ്ങൾ ഇപ്പോൾ ചേരുന്നത്. ഇനി മറ്റൊരു സംഘത്തിന്റെ നാടൻ പാട്ടിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത്. പക്ഷേ ഇവർക്കൊരു സങ്കടമുണ്ട്. ഇവർ കൊല്ലം ജില്ലയെ തന്നെ പ്രതിനിധീകരിച്ചാണ് വരാനിരുന്നത്. മറ്റൊരു ടീമിനാണ് ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയത്. പക്ഷേ ഇവർ അപ്പീൽ കൊടുത്തു. അവസാന നിമിഷം വരെ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ഉണ്ടാകുമെന്നാണ് ഇവർ കരുതിയത്. പക്ഷേ അത് അവർക്ക് ലഭിച്ചില്ല. അതിന്റെ സങ്കടത്തോടെയാണ് അവർ വന്നത്. കഴിഞ്ഞ ദിവസം വരെ ഇവർ അപ്പീൽ ലഭിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ഒക്കെ തുടർന്നിരുന്നു എന്നാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. അപ്പോൾ എന്തായാലും അവിടെ വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റാത്തതിനാൽ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ 24-നൊപ്പം ചേരുന്നത്. അവരുടെ വിശേഷങ്ങൾ കൂടി ചോദിക്കാമല്ലേ അനുജ? അതെ, നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് വരാം. അതിന് മുൻപായിട്ട് പെട്ടെന്നൊരു പെർഫോമൻസ് നടത്തിയിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ. നാടൊരുങ്ങിടുന്നേ വെള്ളിത്രി പീഠവു തീർപ്പിച്ചും വെച്ചമ്മ
തന്നെ പറയണം. ഏതായാലും നിങ്ങൾ വിഷമിക്കേണ്ട കുട്ടികളെ. ഇതിപ്പോ ചില സമയത്ത് അങ്ങനെയൊക്കെ സംഭവിക്കും അല്ലേ? അപ്പീൽ നമ്മളത് അനുവദിച്ച് കിട്ടിയില്ല, സാരമില്ല. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മത്സരത്തിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പിന്നിൽ പോകും, ആ പിന്നിൽ പോകുന്നവരാകും പിന്നീട് മുന്നിലേക്ക് വരിക. ഇപ്പൊ നിങ്ങൾ പിന്നിലൊന്നും പോയിട്ടില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷേ അത് അടുത്ത വർഷം കൂടുതൽ ശക്തിയോടെ ഊർജ്ജത്തോടെ തിരിച്ചു വരാനാണ് എന്ന് മാത്രം കരുതുക. നിങ്ങൾ വളരെ നന്നായി പാടി, നിങ്ങൾ ഇത് തുടരുക. നമുക്ക് അടുത്ത വർഷം ഇവിടെ വെച്ച്, അടുത്ത വർഷം എവിടെയാണോ കലോത്സവം അവിടെ വെച്ച് കണ്ടുമുട്ടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇങ്ങനെ നിരവധി സങ്കട കാഴ്ചകൾ ഈ കലോത്സവ വേദിയിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ? അല്പസമയം മുൻപ് മോഹിനിയാട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ ആവാതെ വന്ന ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ മത്സരാർത്ഥിയെ നമ്മൾ പരിചയപ്പെടുകയും ചെയ്തിരുന്നു. അപ്പൊ ഇനിയിപ്പോ നമ്മള് കലക്കൻ കൊല്ലത്തിലേക്ക് വളരെ വേഗം തിരികെ എത്തും, ചെറിയൊരു ഇടവേള എടുത്തതിനു ശേഷം. കലക്കൻ കൊല്ലത്തിൽ ഇനി ഒരു ഫോക്ക് ഡാൻസ് പെർഫോമൻസ് ആണ്. മോളുടെ പേരെന്താ? നിയ. ഏത് ജില്ലയിൽ നിന്നാണ് വരുന്നത്? സ്കൂൾ ഏതാ? പാലക്കാട് GMM GHSS. നമുക്ക് വളരെ പെട്ടെന്ന് പെർഫോമൻസ് ഒന്ന് കണ്ടാലോ? അരുൾ തന്നിരിക്കും മുച്ചിലോട്ടമ്മേ പെരിഞ്ചല്ലൂർ നാട്ടില് പേരാർന്ന നാട്ടില് പിറന്നു പരദേവത, പണ്ട് പിറന്നു പരദേവത. അറിവിനൊരു മറുപേരായി അഴകാർന്നൊരു നിറകതിരായി ഇല്ലത്തിൻ മുറ്റത്ത് ഉല്ലാസമോടെ എല്ലാം തികഞ്ഞവൾ വളർന്നു, തമ്പ്രാട്ടിക്കുട്ടി വളർന്നു. പുരുഷമേധാവിത്വം കൊടികുത്തി വാണൊരാക്കാലമല്ലേ, പുരുഷരെക്കാളറിവുള്ളൊരു പെണ്ണിനെ അംഗീകരിക്കല സാധ്യമല്ലേ. തമ്പ്രാട്ടിക്കുട്ടിയുടെ അഴക് കണ്ടോ, തമ്പ്രാട്ടിക്കുട്ടിയുടെ അറിവ് കണ്ടോ, പെണ്ണിന്റെ അറിവിനോടൊത്തു നിൽക്കാൻ ആണായി പിറന്നവർ നാട്ടിലുണ്ടോ? പെണ്ണിന്റെ അറിവിന് മുന്നിലെണ്ണവറ്റ ആണുങ്ങൾ തോറ്റു നാണിച്ചൊളിച്ചു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഫോക്ക് ഡാൻസ് മാത്രമാണോ പഠിക്കുന്നത്? ഇല്ല, ഭരതനാട്യം കുച്ചിപ്പുടി പഠിക്കുന്നത്. സ്റ്റേറ്റിലേക്ക് മത്സരിക്കാൻ വന്നത് ഫോക്ക് ഡാൻസ്? ആ, ഫോക്ക് ഡാൻസ് മാത്രം. അപ്പോൾ ഇനിയും ഒരുപാട് ദൂരം നൃത്തവുമായി മുന്നോട്ട് പോകാനുണ്ട്. നൃത്തം മാത്രമേ ഉള്ളൂ, മറ്റ് കലാപരിപാടികൾ എന്തെങ്കിലും? ഇല്ല ഇല്ല. അപ്പൊ നൃത്തത്തിൽ തന്നെ സജീവമായി മുന്നോട്ട് പോകാനാകുമെന്നാണല്ലേ പ്രതീക്ഷ? അപ്പൊ താങ്ക് യു മോളെ, ഓൾ ദി ബെസ്റ്റ്. ഇനിയിപ്പോൾ നമ്മൾ ഈ പ്രത്യേക ബുള്ളറ്റിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അതിന് മുൻപായി ഒരിക്കൽ കൂടി പോയിന്റ് അപ്ഡേഷനിലേക്ക് ഒന്ന് പോകാം. കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനത്ത് 292 പോയിന്റ് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോയിന്റിൽ നിന്ന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. കൊല്ലം ജില്ല, കോഴിക്കോട് ജില്ല, ഈ രണ്ട് ജില്ലകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം. രണ്ടാം സ്ഥാനത്തുണ്ട് 287 പോയിന്റുമായി. തൃശ്ശൂർ ജില്ല 286 പോയിന്റുമായി. തൊട്ട് പിന്നിൽ മൂന്നാം സ്ഥാനത്ത് പാലക്കാട് ജില്ലയാണ് ഇപ്പോൾ 4ാം സ്ഥാനത്ത് നിലവിലുള്ളത്. അപ്പോൾ ഈ പോയിന്റ് നില മാറി മറിയുന്നു. നമ്മൾ വീണ്ടും കാണും. ഇപ്പോൾ തിരികെ കാക്കനാട് സ്റ്റുഡിയോയിലേക്ക്.